നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലഹരിക്കടിമകളായ ഒരു കൂട്ടം ചെറുപ്പക്കാർ കാണിച്ചു കൂട്ടുന്ന അക്രമങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുകയാണ്. ഇതിനൊരു അറുതി വരുത്താൻ പോലും കഴിയാതെ പോലീസ് സംവിധാനങ്ങളും തലയിൽ കൈവച്ച് നിൽക്കുകയാണ്. സമൂഹം വലിയ രീതിയിൽ ഇടയുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ലഹരിക്കടിമയായ മകനെ, രാഹുൽ എന്ന ചെറുപ്പക്കാരനെ, സ്വന്തം അമ്മ മിനി പോലീസിനെ പിടിച്ചേൽപ്പിക്കുന്ന ഒരു വിവരം നമ്മൾ കണ്ടത്. ഇതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറ്റൊരു സംഭവം വന്നത് ചെറുവണ്ണൂരിൽ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതി മദ്യത്തിനും ലഹരിക്കും അടിമയായിരുന്നുവെന്ന് യുവതിയുടെ അമ്മ തന്നെ വെളിപ്പെടുത്തിയ വിവരമാണ്. മകളെ മുൻ ഭർത്താവ് പ്രശാന്ത് വേർപിരിഞ്ഞ ശേഷവും പലതവണ ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഇന്ന് ആസിഡ് ആക്രമണം നടത്തിയതും ലഹരി ഉപയോഗിച്ചാണ് എന്നും യുവതിയുടെ അമ്മ സ്മിത ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. വീണ്ടും ലഹരിക്കടിമയായ ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടിയ ഭ്രാന്തിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കേണ്ടി വരുന്നത്. കേരളത്തിൻ്റെ ഗതികേടാണ് ഇത്. കോഴിക്കോട് ചെറുവണ്ണൂർ ആയുർവേദ ആശുപത്രിയിൽ വെച്ചാണ് ബാലുശ്ശേരി സ്വദേശിനിയെ മുൻ ഭർത്താവ് ആസിഡ് കൊണ്ട് ആക്രമിച്ചത്. പ്രഭിഷയാണ് ആക്രമണത്തിനിരയായത്. സംഭവത്തിൽ ഇവരുടെ മുൻ ഭർത്താവ് പ്രശാന്താണ് അക്രമി. വർഷങ്ങളായി ഈ പക ഉള്ളിൽ കൊണ്ടു നടന്ന പ്രശാന്താണ് ഇപ്പോൾ ഇത്ര വലിയ ക്രൂരത കാണിച്ചത്. നെഞ്ചിലും മുഖത്തും ഗുരുതര പൊള്ളലേറ്റ പ്രഭിഷ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. പ്രശാന്തിൻ്റെ ഉപദ്രവം സഹിക്കാനാകാതെ വന്നപ്പോഴാണ് പ്രഭിഷ വിവാഹമോചനം ചെയ്തതെന്നും സ്വന്തം മകനെ വരെ ഇയാൾ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും അമ്മ പറയുന്നു. വിവാഹത്തിന് ശേഷം 13 വർഷമാണ് പ്രഭിഷയും പ്രശാന്തും ഒരുമിച്ച് ജീവിച്ചത്. 2 മക്കളും ജനിച്ചു. ഇക്കാലയളവിലെല്ലാം പ്രഭിഷയെ പ്രശാന്ത് ഉപദ്രവിക്കുമായിരുന്നു, പ്രത്യേകിച്ച് മദ്യപിച്ചതിന് ശേഷം. പീഡനം സഹിക്കാനാകാതെ വരുമ്പോൾ പ്രഭിഷ സ്വന്തം വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നിടുമ്പോൾ പ്രശാന്ത് അവിടെ എത്തുകയും അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു. മുൻപ് ഹെൽമറ്റ് കൊണ്ട് അടിച്ചതിനെ തുടർന്നാണ് മകളുടെ നട്ടെല്ലിന് പരിക്കേറ്റത്. ഇതിൻ്റെ ചികിത്സയ്ക്കായാണ് ആയുർവേദ ആശുപത്രിയിലെത്തിയത്. മുൻപ് പ്രശാന്ത് തൻ്റെ കൈവിരൽ കുത്തി ഇറക്കി മകളുടെ ഒരു കണ്ണിൻ്റെ കൃഷ്ണമണി അടക്കം തകർത്തിരുന്നു. അങ്ങനെ ഒരു കണ്ണിൻ്റെ കാഴ്ചയും മകൾക്ക് നഷ്ടമായിരുന്നുവെന്നും സ്മിത പറഞ്ഞു. പ്രഭിഷയെ മാത്രമല്ല, മാതാപിതാക്കളെയും മക്കളെയും വരെ പ്രശാന്ത് ഉപദ്രവിക്കുന്ന ഘട്ടത്തിലെത്തിയെന്നാണ് ഈ അമ്മ പറയുന്നത്. പ്രഭിഷയുടെ കണ്ണിനും നട്ടലിനും പ്രശാന്തൻ്റെ പീഡനത്തിൽ സാരമായ പരിക്കുകളേറ്റിട്ടുണ്ട്. ഒരിക്കൽ മദ്യപിച്ചു വന്നതിന് ശേഷം മൂത്ത മകൻ്റെ ശരീരത്തിൽ പെട്രോൾ ഒഴിച്ച് തീയിടാൻ നോക്കി. അയൽക്കാരനാണ് ലൈറ്റർ തട്ടിത്തെറിപ്പിച്ചത്. കുട്ടിയുടെ സ്കൂളിൽ പോയി കെട്ടിടം മുഴുവൻ തീയിട്ട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കിയിരുന്നു. ഇങ്ങനെ ഭീഷണി കൂടി വന്നപ്പോൾ 2.5 വർഷങ്ങൾക്ക് മുൻപാണ് പ്രഭിഷ ഇയാളിൽ നിന്ന് വിവാഹമോചനം നേടിയത്. വിവാഹമോചനത്തിന് ശേഷം കുറച്ചുനാൾ പ്രശാന്തിൽ നിന്ന് ശല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് വീണ്ടും ഉപദ്രവം തുടങ്ങി. കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തി. പ്രശാന്തിനെ പേടിച്ചാണ് പ്രഭിഷയും മക്കളും കഴിഞ്ഞിരുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് പ്രശാന്ത് ആയുർവേദ കോളേജിൻ്റെ ഭാഗത്തേക്ക് എത്തുന്നതെന്നും താൻ അവിടെ ഉണ്ട്, തൻ്റെ മകൾ അവിടെ ഉണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആസിഡ് ആക്രമണം നടത്തിയതെന്നും പ്രഭിഷയുടെ മാതാവ് വ്യക്തമാക്കുന്നത്. എല്ലാം മറന്ന് തനിക്കൊപ്പം ജീവിക്കണമെന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. അതിന് വിസമ്മതിച്ചപ്പോഴായിരുന്നു ആക്രമണം. ബാലുശ്ശേരി സ്വദേശി തന്നെയാണ് പ്രശാന്ത്. പ്രശാന്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ പ്രഭിഷയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വേർപിരിഞ്ഞതിന് ശേഷവും പലതവണ കൊല്ലുമെന്ന ഭീഷണി പ്രശാന്ത് മുഴക്കിയിട്ടുണ്ട്. മദ്യത്തിനും ലഹരിക്കും അടിമയായ പ്രശാന്തിനെ അതിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ടി മകൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഒന്നും ഫലം കണ്ടില്ല. 2 തവണ മദ്യപാനം നിർത്തിയിരുന്നെങ്കിലും വീണ്ടും കുടി ആരംഭിച്ച് മകളെ മർദ്ദിക്കുകയായിരുന്നു. ഇതോടെയാണ് മകൾ തന്നെ അവനെ ഇട്ടെറിഞ്ഞു പോകുന്നതെന്നും ഈ അമ്മ പറയുന്നു. കോഴിക്കോട് നടന്നിരിക്കുന്നത് ദാരുണ സംഭവമാണ്. ഭർത്താവിനെ പേടിച്ചാണ് പ്രഭിഷ കഴിഞ്ഞിരുന്നത് എന്ന് അമ്മ തന്നെ വ്യക്തമാക്കുമ്പോൾ ഇതുപോലെ എത്ര സ്ത്രീകൾ, പെൺകുട്ടികളൊക്കെ പല വീടുകളിലായി ക്രൂരത അനുഭവിക്കുന്നുണ്ടാകും. പലരും പലതും മറച്ചു വയ്ക്കുന്നതാണ്. ലഹരി ഉപയോഗത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച രാഹുലിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. രാഹുലിൻ്റെ അമ്മ പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. അതായത്, ഇവനെ കൊണ്ട് വർഷങ്ങളായി ഞങ്ങൾ സഹിക്കുകയാണ്, മടുത്തു, ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് സാറേ അവനെ പോലീസിനെ പിടിച്ചേൽപ്പിച്ചത് എന്ന്. വർഷങ്ങളായി രാഹുൽ എന്ന ഈ ചെറുപ്പക്കാരൻ വലിയ നാശമാണ് സ്വന്തം വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്.
വീട്ടിലെ സാധനങ്ങൾ വലിച്ചെറിയുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും സ്വന്തം മാതാവിൻ്റെ അമ്മയെ, പ്രായമായ സ്ത്രീയെ വരെ കൊല്ലാനും ഉപദ്രവിക്കാനും ഒക്കെ ചെല്ലുകയും ഒക്കെ ചെയ്തിരുന്നു ഈ പറയുന്ന രാഹുൽ. ഒടുവിൽ രാഹുലിൻ്റെ ഭാര്യ രാഹുലിനെ ഉപേക്ഷിച്ചു പോകുകയായിരുന്നു. വിവാഹമോചനം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാഹുലിൻ്റെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. മകനെ ലഹരിയിൽ നിന്ന് മുക്തമാക്കാൻ പലതവണ ശ്രമിച്ചിരുന്നുവെന്ന് ഈ അമ്മ മിനിയും പറയുന്നുണ്ട്. പക്ഷേ ഒന്നും നടന്നില്ല. മിനി പോലീസിനെ വിളിച്ചറിയിച്ചത് പ്രകാരം ഉദ്യോഗസ്ഥർ എത്തുമ്പോഴും കഴുത്തിൽ ഒരു ബ്ലേഡ് വെച്ചുകൊണ്ട് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന സമീപനമായിരുന്നു രാഹുൽ നടത്തിയത്. രാഹുൽ ആ സമയത്തും ലഹരി ഉപയോഗിച്ചിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ലഹരി ഉപയോഗത്തിൻ്റെ ഫലം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ എത്രത്തോളം കേസുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് കൂടിക്കൂടി വരികയാണ്. ഈ ലഹരിയെ വേരോടെ അറുത്തുമാറ്റാൻ ഒരു സമീപനവും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ നിയമസഭയിൽ പോലും പറഞ്ഞതെന്താണ്? ലഹരിയെ ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായ നടപടികളിലേക്ക് ഇറങ്ങുന്നു എന്നാണ്. എന്നാൽ ഈ പറയുന്ന പാർട്ടിക്കാരുടെ യുവജന സംഘടനകൾ പോലും ലഹരിക്ക് അടിമകളാണ്. അവർ ലഹരി കച്ചവടം നടത്തുന്നതിൻ്റെ എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. എന്ന് ഈ വിപത്തിനെ ഒഴിവാക്കാൻ കഴിയും? കേരളം എന്ന് സുരക്ഷിതമാകും? ഈ 2025 തുടങ്ങിയത് മുതൽ എന്തെല്ലാം അക്രമ, കൊലപാതക, ആത്മഹത്യാ കേസുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടും കേട്ടും മലയാളി മടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.